ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് 2024 തന്നെ ജെഇ മെയിനിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ലിമിറ്റ്സ് ആണോ അല്ല ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ അത് ഏത് ചാപ്റ്റർ ആണെന്ന് പോലും പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വെറുതെ വായിച്ചു നോക്കാം. ലെറ്റ് എഫ് എക്സ് ബി എ പോളിനോമിയൽ ഫംഗ്ഷൻ. അതൊരു പ്രധാനപ്പെട്ട ഹിന്റാണ്. പോളിനോമിയൽ ആണ് എന്ന് അവർ തന്നെ തന്നത് വളരെ നല്ലതാണ്. സച്ച് ദാറ്റ് എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് പ്ലസ് എഫ് ഡബിൾ ഡാഷ് എക്സ്, എഫ് എക്സ് അതിന്റെ ഡെറിവേറ്റീവും അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവും കൂടി ആഡ് ചെയ്തപ്പോൾ എക്സ് റൈസ് ടു 5 പ്ലസ് 64 എന്ന് കിട്ടി. Then the value of limit extends to 1 fx divided by x minus 1. ഒരു ലിമിറ്റ്. അപ്പോൾ ആദ്യം എഫ് എക്സ് കിട്ടണം. എഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഫ് എക്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഈ ലിമിറ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എൽ എച്ച് റൂളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ആദ്യം നമുക്ക് എഫ് എക്സ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ ഇതിന്റെ ഒരു യൂഷ്വൽ വേ എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സിനേക്കാൾ പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനേക്കാൾ ഡിഗ്രി കുറവായിരിക്കും എഫ് ഡാഷ് എക്സിന്, അതിനേക്കാൾ അഗൈൻ ഡിഗ്രി കുറവായിരിക്കും എഫ് ഡബിൾ ഡാഷ് എക്സ്. നമുക്കറിയാം പോളിനോമിയൽ ഫംഗ്ഷൻ ഓരോ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ഡിഗ്രി കുറഞ്ഞു വരും. ഒരു 5th ഡിഗ്രീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 4th ഡിഗ്രി ആവും, 4th ഡിഗ്രി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3rd ഡിഗ്രി ആവും. അങ്ങനെ ഇത് മൂന്ന്, ഇതിനേക്കാൾ ഡിഗ്രി കുറവാണ് ഇവിടെ, അതിനേക്കാൾ ഡിഗ്രി കുറവാണ് ഇവിടെ. എന്നിട്ട് എക്സ് റൈസ് ടു 5 വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു 5th ഡിഗ്രി ഫംഗ്ഷൻ ആണ് എന്ന് മാത്രമല്ല, അതിലെ ഫസ്റ്റ് ടേം എക്സ് റൈസ് ടു 5 ആണ്, അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. കാര്യം വേറെ ഇതിൽ ഈ എഫ് ഡാഷ് എക്സിൽ നിന്ന് എഫ് ഡബിൾ ഡാഷ് എക്സിൽ നിന്ന് എക്സ് റൈസ് ടു 5 എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. അതിന്റെ ഡിഗ്രി അഗെയിൻ കുറവാണ് ഉണ്ടാവുക. ബാക്കി ടേംസ് അറിയാത്തതുകൊണ്ട് ഇതിൽ എ എക്സ് റൈസ് ടു 4 പ്ലസ് ബി എക്സ് ക്യൂബ് പ്ലസ് സി എക്സ് സ്ക്വയർ പ്ലസ് ഡി എക്സ് പ്ലസ് ഇ ഇങ്ങനെ എടുത്ത് നമ്മൾ എഫ് ഡാഷ് എക്സ് എടുക്കുക, എഫ് ഡബിൾ ഡാഷ് എക്സ് എടുക്കുക, എന്നിട്ട് ഓരോന്ന് ആഡ് ചെയ്യുക, എന്നിട്ട് ഈ കോഎഫിഷ്യന്റുകളൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് സോൾവ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു ഒറിജിനൽ വേ എന്ന് പറയുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം സമയമെടുക്കും, കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അല്ല ഇതിനൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്യാൻ പോയാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതിനേക്കാളും റിലേറ്റീവ്ലി പോളിനോമിയൽ ആണെന്ന് ഇവിടെ തന്നത്. ആ ഒരു ഇൻഫർമേഷനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ലെറ്റ് എഫ് എക്സ് ബി ഈക്വൽ ടു ഇങ്ങനെ. ഇതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല, ഇത് ചെയ്ത് പഠിക്കേണ്ടവർക്ക് പഠിക്കാം. പക്ഷേ ഈ വീഡിയോ അതിന് വേണ്ടിയിട്ടല്ല. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യുന്നത് ഒരു പുതിയ പേജ് എടുത്തിട്ട് കാണിച്ചു തരാം. നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് പ്ലസ് എഫ് ഡബിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5 പ്ലസ് 64. നമുക്കിതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അന്നേരം നമുക്ക് എഫ് ഡാഷ് എക്സ് പ്ലസ് എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 5x റൈസ് ടു 4 അത്രേ ഉണ്ടാവുള്ളൂ. 64 is a constant and its derivative is 0. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 - 2. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ എഫ് ഡാഷ് എക്സ്, ഇവിടെ എഫ് ഡാഷ് എക്സ്, ഇവിടെ എഫ് ഡബിൾ ഡാഷ്. അപ്പോൾ അതൊക്കെ ക്യാൻസൽ ആയി പോയിക്കോളും. ബാക്കി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ എക്സ് റൈസ് ടു 5 മൈനസ് 5x റൈസ് ടു 4 പ്ലസ് 64. ഇനി എഫ് ഓഫ് എക്സ് ആണല്ലോ കിട്ടണ്ടേ. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് നമുക്ക് ആർ എച്ച് എസിലേക്ക് മാറ്റാം. സോ എക്സ് റൈസ് ടു 5 മൈനസ് 5x റൈസ് ടു 4 പ്ലസ് 64 പ്ലസ് എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു 5th ഡിഗ്രി പോളിനോമിയൽ ആണ്. അതിനെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതിലെ കോൺസ്റ്റന്റ് ടേം 0 ആയി പോയിട്ടുണ്ടോ? ഇപ്പൊ നേരത്തെ നമ്മൾ അസ്യൂം ചെയ്തല്ലോ ഇങ്ങനെ. അപ്പൊ ആദ്യത്തെ തവണ ഡിഫറൻറ്റ് എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ ഈ 0 ആയി പോകും. ഈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിട്ടുണ്ടാവും. ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതും പോകും, പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതും പോകും. എന്ന് വെച്ചാൽ ആകെ ഈ 3 ടേമുകൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. എക്സ് റൈസ് ടു 5 ടേം. യെസ്. അപ്പൊ ഈ എഫ് ട്രിപ്പിൾ ഡാഷ് എക്സിനകത്ത് എക്സ് റൈസ് ടു 5 മൈനസ് 5x റൈസ് ടു 4 പ്ലസ് 64 അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എഫ് ട്രിപ്പിൾ ഡാഷ് എക്സിൽ എക്സ് റൈസ് ടു 5ന്റെ തേർഡ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് 5x റൈസ് ടു 4, സെക്കൻഡ് ഡെറിവേറ്റീവ് 20x ക്യൂബ്, തേർഡ് ഡെറിവേറ്റീവ് 60x സ്ക്വയർ അഡീഷൻ ആണ് പ്ലസ് 60x സ്ക്വയർ. പിന്നെ മൈനസ് 5x റൈസ് ടു 4 എന്ന് പറയുന്ന ടേം അവിടെ കാണാം. അതിന്റെ തേർഡ് ഡെറിവേറ്റീവ് എടുക്കാം. ഇയാളെ ഫസ്റ്റ് ഡെറിവേറ്റീവ് മൈനസ് 20x ക്യൂബ്, സെക്കൻഡ് ഡെറിവേറ്റീവ് മൈനസ് 60x റൈസ് ടു 3, തേർഡ് ഡെറിവേറ്റീവ് മൈനസ് 120x. ഓക്കെ, എത്രയേ ഉള്ളൂ. ഇതിനൊന്ന് സിംപ്ലി ഒന്ന് ഓർഡർ ആക്കി എഴുതിയാൽ എക്സ് റൈസ് ടു 5 മൈനസ് 5x റൈസ് ടു 4 പ്ലസ് 60x സ്ക്വയർ minus 120x plus 64. So basically you got the fx. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. അവിടെ നമ്മൾ എൽ എച്ച് റൂൾ യൂസ് ചെയ്താൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 ഇതായിരുന്നു ചോദ്യം. അതൊന്നും പിന്നെ വലിയ കാര്യമില്ല. പിന്നെ അതിന്റെ ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി അതുകൂടി പറയുന്നേ ഉള്ളൂ. പിന്നെ എൽ എച്ച് റൂൾ അപ്ലൈ ചെയ്താൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 എഫ് ഡാഷ് എക്സ് ആവും. ഇവിടെ എക്സിന് 1 കൊടുത്താൽ ഇത് എഫ് ഡാഷ് 1 ആവും. ഡാഷ് 1 എന്താണെന്നുള്ളത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അല്ല, ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു 5ന്റെ ഡെറിവേറ്റീവ് 5x റൈസ് ടു 4, എക്സിന് 1 കൊടുക്കുമ്പോൾ അത് 5 ആവും. സെക്കൻഡ് ടേം മൈനസ് 5x റൈസ് ടു 4
ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സിന് 1 കൊടുക്കുമ്പോൾ -20. തേർഡ് ടേം +60x², ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സിന് 1 കൊടുത്താൽ +120. ഫോർത്ത് ടേം -120x, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -120. 64 കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0. എല്ലാം കൂടി കമ്പയർ ചെയ്താൽ മതി. 120 - 120 ക്യാൻസൽ ആവും. ദെൻ 5 - 20 ഈസ് -15. -15 നമുക്ക് ഓപ്ഷൻ ഉണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യാം. യെസ്. അപ്പോൾ ഒന്നുകിൽ ഇത് പോളിനോമിയൽ ആണ് എന്ന നിലയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് ഓരോരോ ഡെറിവേറ്റീവുകൾ എടുത്തത് അത് കുറച്ച് ലെങ്തി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ f(x)ഉം f'(x) മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് RHSലേക്ക് മാറ്റുക. എന്നിട്ട് f(x)ന്റെ ഈ 3 ടേമുകൾ മാത്രം നിങ്ങൾക്ക് ബോധർ ചെയ്താൽ മതി. എക്സ് കോൺസ്റ്റന്റ് ടേമും എക്സ് ടേമും x² ടേമും തേർഡ് ഡെറിവേറ്റീവ് ഒക്കെ എടുക്കുമ്പോഴേക്ക് 0 ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ടേമുകളെ പറ്റിയൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമേ ഇവിടെ വരുന്നില്ല. എനിവേ ഈ ഒരു ഐഡിയ ആണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.